Hello guys, welcome back to another episode of Sajil's Tech Center. എൻ്റെ പേര് സജിൽ ലത്തീഫ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ സാധാരണ സ്റ്റിൽ ഫോട്ടോസ് നിങ്ങൾക്ക് ആനിമേറ്റഡ് ആക്കാൻ സാധിക്കും. അപ്പോൾ കുറേ നാളിന് മുമ്പ് ഞാൻ ഇത് ട്രൈ ചെയ്തിരുന്നത് ആഫ്റ്റർ എഫക്ട്സോ അല്ലെങ്കിൽ സോണി വേഗാസ് പോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ്. വളരെ ബുദ്ധിമുട്ടി ടെംപ്ലേറ്റ്സ് എല്ലാം യൂസ് ചെയ്ത് ടെംപ്ലേറ്റ് എലമെന്റ് എല്ലാം യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഫോട്ടോ ടു ആനിമേഷൻ ആക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റിൽ ഫോട്ടോസ് ആനിമേറ്റഡ് ആക്കാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ ആക്കാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ആ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ആനിമേറ്റഡ് ആക്കാം. അത് ഒഴുകുന്നത് പോലെയുള്ള ആനിമേഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അതും നിങ്ങൾ സാധാരണ എടുക്കുന്ന സ്റ്റിൽ ഫോട്ടോസിൽ. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷനുമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റോറി സെഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ സാധാരണ ഒരു സ്റ്റിൽ ഫോട്ടോസ് നിങ്ങൾക്ക് ഇതുപോലെ ആനിമേറ്റ് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്ലസ് സിമ്പിളിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം 4 ഓപ്ഷൻസാണ് ഇതിൽ ഉള്ളത്. ആദ്യത്തേത് റിപ്പിൾ, പിന്നെ ഓവർലേ, പിന്നുള്ളത് എഫക്ട്സ്, പിന്നെ ബാക്ക് ഡ്രോപ്പ്. അതിൽ റിപ്പിൾ എഫക്ട്സും ബാക്ക് ഡ്രോപ്പും ഓപ്ഷൻസാണ് ഇതിൽ ഏറ്റവും നല്ല ഓപ്ഷൻസായിട്ട് എനിക്ക് തോന്നുന്നത്. റിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ സിസ്റ്റത്തിലുള്ള കുറച്ച് പിക്ചേഴ്സാണ്. അതിൽ എങ്ങനെ ആനിമേറ്റ് ചെയ്യുമെന്ന് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ ഇമേജ് സൈസ് താഴെ നിന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ കസ്റ്റമാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇടുന്ന ഇമേജസിൻ്റെ സെയിം സൈസിൽ തന്നെ കിട്ടും. അതിനുശേഷം മുകളിലുള്ള ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ആഡ് കാണാൻ സാധിക്കും, ആഡ്സെൻസിൻ്റെ. കാരണം ഈ ആപ്ലിക്കേഷൻ്റെ വരുമാനം അതാണ്. അപ്പോൾ അത് ജസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ മോഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആവും. അതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വിരലുകൾ വെച്ചിട്ട് സാധാരണ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക. ഏതൊക്കെ പോർഷനിലാണ് നിങ്ങൾക്ക് ആനിമേഷൻ വേണം എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ ഇപ്പോൾ ആനിമേറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം ഈ പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ആനിമേഷൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നിൽക്കുന്ന ആളുടെ ദേഹത്തും ആനിമേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം പോസ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള പോർഷൻ വേണം ആനിമേറ്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകൂടി പോസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ 4ാമത്തെ ഓപ്ഷൻ പിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്താണ് ഇദ്ദേഹത്തിൻ്റെ ആനിമേറ്റ് വേണ്ട എന്നുള്ള പോർഷൻ സെലക്ട് ചെയ്യുക. ഒരേ പിന്നായിട്ട് നിങ്ങൾ വിരൽ വെച്ചിട്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങളിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് വെച്ച് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യണം. അതിനുശേഷം ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹത്തിൻ്റെ ആ ബോഡി അനങ്ങുന്നില്ല. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ആനിമേറ്റ് ആയിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം താഴെ വീഴുന്നത് പോലെയുള്ള എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ്. മറ്റൊരു ഫോട്ടോ കൂടി നമുക്കെടുത്ത് നോക്കാം. ജസ്റ്റ് ബാക്ക് അടിക്കുക, വീണ്ടും റിപ്പിൾ സെലക്ട് ചെയ്യുക, വേറൊരു ഇമേജ് നമുക്കെടുത്ത് നോക്കാം. ഓക്കെ, മുകളിലുള്ള ആ ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പോർഷനിൽ ഇതുപോലെ ആനിമേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ പിൻ പ്രസ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള പോർഷൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കാം ആനിമേഷൻ. ഇതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ പെന്നുള്ള ഫോണൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമ്മളത് ജസ്റ്റ് പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കിയാൽ ആ വെള്ളം വീഴുന്ന പോർഷൻസ് എല്ലാം ആനിമേറ്റഡ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ഇപ്പോൾ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ സേവ് ബട്ടൺ പ്രസ് ചെയ്യുക, 2ാമത്തെ ബട്ടൺ. ഇതിൽ നമുക്കിപ്പോൾ ഈ വീഡിയോ HD 720p വരെ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. അതിൽ കൂടുതൽ ഇപ്പോൾ 1080p അല്ലെങ്കിൽ 1440p അല്ലെങ്കിൽ 4K ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെയ്ഡ് ഓപ്ഷൻ എടുക്കണം. അത് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ 720p HD എന്ന് പറയുന്ന നല്ല ക്വാളിറ്റി ആയിരിക്കും. ആ വീഡിയോനെ സെലക്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ ജിഫ് ഇമേജ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം മീഡിയം ക്വാളിറ്റിയിൽ. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എക്സ്പോർട്ട് ചെയ്യുക.
എക്സ്പോർട്ട് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. കുറച്ച് സമയമെടുക്കും, ഒരു 10 സെക്കൻഡ്സ് ഇതെടുക്കും ഇതൊന്ന് എക്സ്പോർട്ടായി കിട്ടാൻ. അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഇത് സേവ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ ഇരിക്കും അതിൻ്റെ വീഡിയോ. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ലോഗോ വാട്ടർമാർക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഇത് പെയ്ഡ് ഓപ്ഷനല്ല എടുത്തിരിക്കുന്നത്, ഫ്രീ ഓപ്ഷനാണ്. ഇനി നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക്, നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന സേവ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് സേവ് ചെയ്യുക, നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം വീഡിയോ ജനറേറ്റ് ചെയ്യും, അതിനുശേഷം വീഡിയോ പ്രോസസ്സിങ്ങിലൂടെ സേവ് ചെയ്യും നിങ്ങളുടെ ഫോണിലേക്ക്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സേവ് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ഫോണിലേക്ക് അത് സേവ് ആവുകയുള്ളൂ. ഇതിന് കുറച്ച് ടൈം പിടിക്കും, അതിൻ്റെ പ്രോസസ്സിങ് ടൈം കുറച്ചുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഫോണിലുള്ള ആ ഇമേജ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, ആ ഒരു ഇമേജ് ഇപ്പോൾ വീഡിയോ ഫയലായിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു ഫയലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ നമുക്കൊന്ന് എടുത്ത് നോക്കാം. വീണ്ടും പ്ലസ് സിമ്പിളിൽ പ്രസ് ചെയ്യുക, ദെൻ ഓവർലേ. ഈ ഓവർലേ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഇമേജിൽ അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ള ഓബ്ജക്ട്സ് ആഡ് ചെയ്യുന്നതാണ് ഈ ഓവർലേ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വീണ്ടും ആ ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ആഡ് ഓവർലേ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇതിലിപ്പോൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ്, അതായത് ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലെല്ലാം ഫ്രീ വീഡിയോസ് ആയിരിക്കും. പ്രീമിയമിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെയ്ഡ് ഓപ്ഷനാണ്, അത് നമ്മൾ എടുക്കേണ്ട. അപ്പോൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ആവശ്യമുള്ള ഈ ഇമേജസ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഇമേജ് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഓവർലേ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമേജിൻ്റെ കൂടെ ആ ഓവർലേ വീഡിയോ ആഡ് ആയിരിക്കുന്നത് കാണാം. ഓക്കെ, ഇപ്പോൾ വേറൊരു ഓവർലേ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ താഴെ വന്നിട്ട് പ്രസ് ചെയ്താൽ വീണ്ടും ലോഡാവും അടുത്ത വീഡിയോ. ഓക്കെ, മറ്റൊരു വീഡിയോ ഇതിൽ ആഡ് ആയിരിക്കുന്നു. എന്നിട്ട് ജസ്റ്റ് പ്ലേ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ആനിമേഷൻ എഫക്റ്റ് നിങ്ങളുടെ ഫോട്ടോസിൽ കിട്ടും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒന്നില്ലെങ്കിൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ജിഫ് ഇമേജ് ആയിട്ടോ സേവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആൽബംസ് എല്ലാം നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ ആൽബം വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവർ ഇതുപോലുള്ള എഫക്ട്സ് അഡോബ് പ്രീമിയറിലോ അല്ലെങ്കിൽ സോണി വേഗാസിലൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇറങ്ങിയത് കാരണം വളരെ സിമ്പിളായിട്ട് ഇതുപോലത്തെ ഇമേജസ് എല്ലാം കൺവേർട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ പ്രീമിയം ഓപ്ഷൻസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ വാട്ടർമാർക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഓക്കെ, മറ്റൊരു ഓവർലേ ഇമേജ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഒരുപാട് എഫക്ട്സ് ഇതിലുണ്ട്. ഇപ്പോൾ ഇതുപോലൊരു എഫക്റ്റാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു എഫക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പൊസിഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവും. ഇതുപോലെ ഏത് പൊസിഷൻ വേണമെങ്കിലും നമുക്കത് ഡ്രാഗ് ചെയ്ത് വെക്കാം. എന്നിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ ആ ഒരു ആനിമേറ്റഡ് എലമെൻറ്റ് വന്നിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ വരിക, സേവ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇഫക്ട്സ് ഓപ്ഷനാണ്. ജസ്റ്റ് ഒരു ഇമേജ് എടുത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ 2 കുട്ടികൾ ഉള്ള ഒരു ഇമേജ്, ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ടിക്ക് മാർക്കിൽ പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്യുക ആ ഫോട്ടോ. അതിനുശേഷം ഇതിൻ്റെ താഴെ പൾസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം, അതിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴെ പിച്ച്, ബൾജ്, ട്രാൻസ്ലേറ്റ്, സ്വേൾ എന്ന് പല പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ പിച്ച് സെലക്ട് ചെയ്തിട്ട് ഈ ഫോട്ടോസിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ബൾജ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ വെക്കുന്ന പൊസിഷനിൽ മാത്രം ഒരു ബൾജിങ് എഫക്റ്റ് കിട്ടും. അതിൻ്റെ റേഞ്ചും സ്പീഡെല്ലാം നമുക്കിവിടെ സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല എഫക്റ്റ് തന്നെയാണ്. ആ ഒരു എഫക്റ്റ് നമ്മൾ കൊടുത്താൽ മതി. അതിനുശേഷം മറ്റൊരു എഫക്റ്റ്, ഇപ്പോൾ 2 ഫോട്ടോസ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ മറ്റൊരു എഫക്റ്റ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്നുകൂടി പ്രസ് ചെയ്യുക, ദെൻ ഈ പ്ലസ് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യുക. അതിനുശേഷം മറ്റൊരു എഫക്റ്റ് നമുക്ക് ഈ ഒരു ഇമേജിന് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്തൊരു എഫക്റ്റ് കൊടുക്കാം. ട്രാൻസ്ലേറ്റ് എന്ന എഫക്റ്റ് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടും. സ്വേൾ എഫക്റ്റ് കൊടുത്താൽ ഇതുപോലൊരു എഫക്റ്റ് കിട്ടും. ബാക്കി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അതെല്ലാം പെയ്ഡ് ഓപ്ഷനിൽ മാത്രമേ നമുക്ക് കിട്ടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറിയ ആനിമേറ്റഡ് ഫോട്ടോസെല്ലാം നമുക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലും വേണമെങ്കിൽ നമുക്ക് ഈ ബൾജ് എഫക്റ്റ് തന്നെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഇമേജ് നമുക്ക് സേവ് ചെയ്യാം.
നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ പോയിട്ട് സേവ് കൊടുക്കുക, എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ഓപ്ഷനാണ്. ലാസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബാക്ക് ഡ്രോപ്പാണ്. ഇതിൽ നമുക്കൊരു എൻ്റയർ വീഡിയോ തന്നെ ഇതിൽ ഒരു പോർഷനിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫസ്റ്റ് ഇമേജ് ഞാനൊന്ന് എടുക്കുകയാണ്. ഓക്കെ, നേരത്തെ കാണിച്ച പോലെ ടിക്ക് മാർക്കിൽ പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്യുക ഫോട്ടോസ്. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് വീഡിയോ എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം താഴെ സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ളത്, അതായത് പിക്സാബേ എന്ന വെബ്സൈറ്റിലൂടെ ഇവർ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരു വീഡിയോ എടുക്കുക, സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഡൗൺലോഡ്സ്. ഈ വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ 1-2 മിനിറ്റ് പിടിക്കും. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് എഫക്റ്റ് ഒന്ന് പ്രിവ്യൂ കാണാം ഇവിടെ. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയൊക്കെ വേണം ആ പോർഷൻസ് എല്ലാം നിങ്ങൾ വിരൽ വെച്ച് ഇറേസ് ചെയ്ത് കളയാം. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്താൽ മതി. നിങ്ങളുടെ വിരൽ വെച്ച് ജസ്റ്റ് ഇറേസ് ചെയ്താൽ മതി. ആ പോർഷൻസിലെല്ലാം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ആ വീഡിയോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരും. ഓക്കെ, ഇത് നിങ്ങൾ 1-2 മിനിറ്റ് എടുത്ത് നല്ല രീതിയിൽ ഇറേസ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റിൽ ഈ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിരിക്കുന്ന ആ വീഡിയോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇനി പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറേസ് ചെയ്ത ആ പോർഷൻസിലെല്ലാം ആ വീഡിയോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ബൈ മിസ്റ്റേക്കിൽ ഏതെങ്കിലും പോർഷൻ ഇതുപോലെ ഇറേസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ അൺഡു ബട്ടൺ പ്രസ് ചെയ്താൽ മതി, ലെഫ്റ്റിൽ കാണുന്നത്. അതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഇമേജ് കൂടി ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. ആഡ് ബട്ടൺ പ്രസ് ചെയ്യുക, ബാക്ക് ഡ്രോപ്പ്. ദെൻ ഈ ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ടിക്ക് മാർക്ക്, ആഡ് വീഡിയോ, സെർച്ച്. ഈ ഒരു എഫക്റ്റ് നമുക്ക് കൊടുക്കാം. ഈ ഒരു എഫക്റ്റ് നമുക്ക് അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ കൊടുക്കാം. സെലക്ട് ചെയ്യുക വീഡിയോ. ഈ ആവശ്യമില്ലാത്ത ഭാഗത്തെല്ലാം നമ്മൾ ഇതുപോലെ ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിലെല്ലാം നമ്മളുടെ ആ ഇമേജിൻ്റെ ഓരോ പോർഷൻസ് കാണാൻ സാധിക്കും. അത് വീണ്ടും നമുക്ക് ഇറേസ് ചെയ്യാം. ചില ഇമേജസ് ഇറേസ് ചെയ്താലും ചില പോർഷൻസ് പോകില്ല. അതൊന്നുകൂടി നമ്മൾ ഇറേസ് ചെയ്ത് കളയുക ബാക്കിയുള്ള പോർഷൻസ് എല്ലാം. എന്നിട്ട് വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ഇമേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ആഡിനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡിനോ ഒക്കെ യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫൺ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. സ്റ്റോറിസെറ്റ് എന്നാണ് ഈ ആപ്ലിക്കേഷനെ പറയുന്നത്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും ആപ്ലിക്കേഷൻ റിവ്യൂസും എല്ലാമായി ഞാൻ വരുന്നതാണ്. സോ എൻ്റെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ വീണ്ടും പുതിയ വീഡിയോ ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.